നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിലെ വിധി വന്നെങ്കിലും നീതിക്ക് വേണ്ടിയുള്ള യുദ്ധം അവസാനിക്കുന്നില്ല. ദിലീപിനെ അനുകൂലിക്കുന്നവരും ദിലീപ് കുറ്റക്കാരനാണെന്ന് വാദിക്കുന്നവരുമുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ കോടതി വിധി പ്രസ്താവിച്ച ശേഷം ആദ്യ പ്രതികരണവുമായി അതിജീവിത രംഗത്തെത്തിയിരുന്നു. 6 പ്രതികൾ ശിക്ഷിക്കപ്പെട്ടതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും കോടതി വിധി പലരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാകും, എന്നാൽ തനിക്ക് അത്ഭുതമില്ല. കാര്യങ്ങൾ ശരിയായ ദിശയിലല്ല നീങ്ങുന്നതെന്ന് 2020 തന്നെ ബോധ്യമായിരുന്നുവെന്നും അതിജീവിത ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴിതാ വൈകാരിക കുറിപ്പുമായി നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിത വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. നടന്നതെല്ലാം വിധിയെന്ന് കരുതി സമാധാനിപ്പിച്ചിരിക്കണമായിരുന്നുവോ എന്ന് അതിജീവിത ചോദിക്കുന്നുണ്ട്. കേസിലെ 2ാം പ്രതി മാർട്ടിന്റെ വീഡിയോയ്ക്കെതിരെയാണ് പ്രതികരണം. ഒരു അക്രമം നടന്നപ്പോൾ ഉടൻ പോലീസിൽ പരാതിപ്പെട്ടതാണ് താൻ ചെയ്ത തെറ്റെന്നും അന്നേ സംഭവിച്ചതെല്ലാം വിധിയാണെന്ന് സമാധാനിച്ച് ഒന്നും പറയാതെ ഇരിക്കണമായിരുന്നുവെന്നും അതിജീവിത കുറിക്കുന്നു. അതിജീവിത പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ഞാൻ ചെയ്ത തെറ്റ്, എനിക്കെതിരെ ഒരു അക്രമം നടന്നപ്പോൾ അത് അപ്പോൾ തന്നെ പോലീസിൽ പരാതിപ്പെട്ടത് നിയമ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് മുന്നോട്ട് പോയത്. അന്നേ സംഭവിച്ചതെല്ലാം വിധിയാണെന്ന് സമാധാനിച്ച് ആരോടും ഒന്നും പറയാതെ മിണ്ടാതെ ഇരിക്കണമായിരുന്നു. പിന്നീട് എപ്പോഴെങ്കിലും ആ വീഡിയോ പുറത്തു വരുമ്പോൾ ഇത് എന്തുകൊണ്ട് അന്നേ പോലീസിൽ പരാതിപ്പെട്ടില്ല എന്ന് കുറ്റപ്പെടുത്തുന്നവരോട് എന്ത് പറയണമെന്നറിയാതെ ആത്മഹത്യ ചെയ്യണമായിരുന്നു. 20 വർഷം ശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിൽ പോയ 2ാം പ്രതി പോകുന്നതിന് മുൻപേ ഒരു വീഡിയോ എടുത്തത് കണ്ടു. അതിൽ ഞാനാണ് നിങ്ങളുടെ നഗ്ന വീഡിയോ എടുത്തത് എന്നുകൂടെ പറയാമായിരുന്നു. ഇത്തരം വൈകൃതങ്ങൾ പറയുന്നവരോടും പ്രചരിപ്പിക്കുന്നവരോടും നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ഈ അവസ്ഥ വരാതിരിക്കട്ടെ. ഞാൻ ഇരയല്ല, അതിജീവിതയല്ല, ഒരു സാധാരണ മനുഷ്യജീവിയാണ്. എന്നെ ജീവിക്കാൻ വിടൂ. നേരത്തെ നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയുടെ പേര് ഉൾപ്പെടുത്തി വീഡിയോ പുറത്തുവിട്ട സംഭവത്തിൽ കേസിലെ 2ാം പ്രതി മാർട്ടിൻ ആന്റണിക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. തൃശൂർ സിറ്റി പോലീസാണ് കേസെടുത്തത്. അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയതിനും സമൂഹമാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയതിനുമാണ് നടപടി. അതേസമയം മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി പുറത്തുവരികയാണ്. ഇനിയും ദിലീപിനെതിരെ സംസാരിച്ചാൽ മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്ന് ഭീഷണി കോൾ ലഭിച്ചുവെന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധി വന്ന ശേഷമുള്ള ശക്തമായ നിലപാടുകളുടെ പേരിലാണ് ഭീഷണി. ഫോൺ കോളിലൂടെയാണ് ആസിഡ് ഭീഷണി മുഴക്കിയതെന്ന് ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കി. ഇനിയും നീ ദിലീപിനെതിരെ പറഞ്ഞാൽ മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്നായിരുന്നു ഭീഷണി. കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യം വിളിച്ചുവെന്നും ഇവർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി. ഫോൺ വിളിച്ച് നമ്പർ സഹിതം ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകുമെന്നും ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കി. മുൻപും ഇത്തരത്തിൽ ഭീഷണി ലഭിച്ചപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല എന്നും ഭാഗ്യലക്ഷ്മി കൂട്ടിച്ചേർത്തു. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധി വന്ന ശേഷം നീതി പൂർണ്ണമായില്ലെന്ന നിലയിലുള്ള പ്രതികരണങ്ങളിലെ പ്രകോപനമാണ് ഭീഷണിക്ക് കാരണമെന്നാണ് വ്യക്തമാകുന്നത്. അതേസമയം വിചാരണ കോടതി ശിക്ഷിച്ച 2 പ്രതികൾ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. കേസിലെ 5ഉം 6ഉം പ്രതികളായ വടിവാൾ സലീം, പ്രദീപ് എന്നിവരാണ് അപ്പീൽ നൽകിയത്. അപേക്ഷ പരിഗണിച്ച് തീർപ്പുണ്ടാക്കുന്നതിന് കാലതാമസമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ശിക്ഷ മരവിപ്പിച്ച് ജാമ്യത്തിൽ വിടണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. 1ാം പ്രതി പൾസർ സുനി ബലാത്സംഗം ചെയ്തതിന് തങ്ങളുടെ സഹായം ഉണ്ടായിട്ടില്ല എന്നാണ് പ്രതികളുടെ വാദം. ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടില്ല എന്നും അപ്പീൽ അപേക്ഷയിൽ പറയുന്നുണ്ട്. പ്രോസിക്യൂഷന്റെ കൈവശം പ്രാഥമിക തെളിവുകൾ പോലും ഇല്ലെന്നും അപേക്ഷയിൽ പറയുന്നുണ്ട്. കേസിലെ 1 മുതൽ 6 വരെയുള്ള പ്രതികളെയാണ് കോടതി 20 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചത്. 6 പ്രതികൾക്കും കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കുണ്ടെന്നും കോടതി കണ്ടെത്തിയിരുന്നു. ഇവർക്കെതിരെ കൂട്ടബലാത്സംഗം അടക്കമുള്ള കുറ്റങ്ങളും തെളിഞ്ഞിരുന്നു. കേസിലെ 7 മുതൽ 10 വരെയുള്ള പ്രതികളെ കോടതി വെറുതെ വിട്ടിരുന്നു. 8ാം പ്രതിയായ ദിലീപിനെയും കോടതി വെറുതെ വിട്ടിരുന്നു. ഗൂഢാലോചനയടക്കം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്ന് കണ്ടെത്തിയാണ് കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത്. വിചാരണ കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനുള്ള നടപടികളുമായി മുന്നോട്ടു പോവുകയാണ്. ഇതിനിടെയാണ് വിചാരണ കോടതിയുടെ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്നും ജാമ്യം നൽകണമെന്നും ആവശ്യപ്പെട്ട് കേസിലെ 5ഉം 6ഉം പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ക്രിസ്മസ് അവധിക്ക് ശേഷമായിരിക്കും കേസിൽ സർക്കാർ അപ്പീൽ നൽകുക. അതിനുള്ളിൽ അപ്പീൽ നൽകുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കും. ആദ്യമായാണ് കേസിലെ പ്രതികൾ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുന്നത്. വരും ദിവസങ്ങളിൽ കേസിലെ മറ്റ് പ്രതികൾ കൂടി ഹൈക്കോടതിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതേസമയം നടി ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്കെതിരെ തുടർച്ചയായി സാമൂഹിക മാധ്യമങ്ങളിൽ നടക്കുന്ന അപവാദ പ്രചാരണത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. അതേസമയം നടി ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തി വീഡിയോ പോസ്റ്റ് ചെയ്തെന്ന പരാതിയിൽ 2ാം പ്രതിയായ മാർട്ടിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു.
തൃശൂർ സൈബർ പോലീസാണ് കേസെടുത്തത്. സംഭവത്തിൽ ഇതുവരെ 27 ലിങ്കുകളാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. വീഡിയോ പ്രചരിപ്പിച്ചവരും കമന്റ് ഇട്ടവരും അടിയന്തരമായി അതെല്ലാം ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്നും കമ്മീഷണർ അറിയിച്ചു. മാർട്ടിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട അതിജീവിത പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് പോലീസിന്റെ നടപടി. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തുന്നതടക്കം പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. കേസിൽ ശിക്ഷിക്കപ്പെട്ട മാർട്ടിൻ ഇപ്പോൾ വിയ്യൂർ ജയിലിലാണുള്ളത്. വീഡിയോ ഷെയർ ചെയ്തവരും പ്രതികളാണെന്നാണ് തൃശൂർ കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുള്ളത്. മുകേഷ് അടക്കമുള്ള താരങ്ങളുടെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന സുനിൽ പ്രൊഡക്ഷൻ കമ്പനികളിലും സിനിമാക്കാരുമായുമൊക്കെ അടുത്ത സൗഹൃദവും നിലനിർത്തിയിരുന്നു. ദിലീപുമായി വർഷങ്ങളായി പരിചയമുണ്ടെന്നും സുനിൽ ആവർത്തിച്ചിരുന്നു. എന്നാൽ സുനിയെ അറിയില്ല എന്നായിരുന്നു ദിലീപ് പറഞ്ഞത്. ഇരുവരും പരിചയമുണ്ടെന്ന് തെളിയിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും കഴിഞ്ഞിട്ടില്ല. സംഭവത്തിന് പിന്നിൽ മാഡം ഉണ്ടെന്ന് വെളിപ്പെടുത്തിയെങ്കിലും അതാരാണെന്ന് സുനി ഇതുവരെ പരസ്യമാക്കിയിരുന്നില്ല. അതേക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും സജീവമാണ്. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർക്ക് 20 വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. പൾസർ സുനി അടക്കം 6 പേരെയാണ് കോടതി ശിക്ഷിച്ചത്. പ്രായമായ അമ്മയുണ്ടെന്നും ശിക്ഷയിൽ ഇളവ് വേണമെന്നും സുനി ആവശ്യപ്പെട്ടിരുന്നു. കുറ്റം ചെയ്യുന്ന സമയത്ത് അമ്മയുടെ കാര്യം മറന്നോ എന്നായിരുന്നു വിമർശനങ്ങൾ. പൾസർ സുനിയെ അറിയാമായിരുന്നുവെന്ന് വെളിപ്പെടുത്തി സെലിബ്രിറ്റികൾ രംഗത്തെത്തിയിരുന്നു. അഭിപ്രായ വ്യത്യാസം കാരണം പറഞ്ഞുവിടേണ്ടി വന്നതിനെക്കുറിച്ചും താരങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഇങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലം അദ്ദേഹത്തിനുള്ളതായി അറിഞ്ഞിരുന്നില്ലെന്ന് താരങ്ങളെല്ലാം പറഞ്ഞിരുന്നു. മോശം പെരുമാറ്റത്തെ തുടർന്നാണ് പൾസർ സുനിയെ ഡ്രൈവർ ജോലിയിൽ നിന്നും മാറ്റിയതെന്ന് മുകേഷ് തുറന്നു പറഞ്ഞിരുന്നു. എന്നാൽ ആൻമരിയയുടെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും വൈറലാകുന്നത്. മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ആൻമരിയ സുനിയെക്കുറിച്ച് സംസാരിച്ചത്. പൾസർ സുനി കുറച്ചുകാലം എന്റെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്നു. സ്വഭാവം ശരിയല്ല എന്ന് തോന്നിയപ്പോൾ പറഞ്ഞു വിടുകയായിരുന്നു. ദിവസങ്ങൾ മാത്രമേ തങ്ങളുടെ ഡ്രൈവറായി ജോലി ചെയ്തിട്ടുള്ളൂ. അടി കൊടുക്കേണ്ട സാഹചര്യം വന്നിരുന്നെങ്കിലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ദേഷ്യപ്പെട്ടിട്ടൊക്കെയുണ്ട്. അതിജീവിതയുടെ പ്രശ്നം വന്നപ്പോൾ ടിവിയിൽ സുനിയെ കണ്ടപ്പോഴാണ് നമ്മുടെ വീട്ടിലും ഇയാൾ ഡ്രൈവർ ആയിരുന്നില്ലേ എന്ന് ഓർത്തത്. അന്ന് ഞാനും ദേഷ്യപ്പെട്ടിട്ടൊക്കെയുണ്ട്. പറഞ്ഞു വിട്ടതും ദേഷ്യത്തോടെയാണ്. ന്യൂസിലൊക്കെ കണ്ടപ്പോൾ ഇതാണോ പൾസർ സുനി എന്ന് തോന്നിയിരുന്നു. ഏജൻസിയിലൂടെ വന്നതുകൊണ്ട് സുനി എന്ന പേര് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ശരിക്കും ഭയം തോന്നിയിരുന്നു എന്നുമായിരുന്നു ആൻമരിയ പറഞ്ഞത്. നല്ല കാര്യം ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് അന്ന് സുനി ശ്രീലക്ഷ്മിയെ വിളിച്ചിരുന്നതായുള്ള മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. ശ്രീലക്ഷ്മിയെ ചോദ്യം ചെയ്യുകയോ സാക്ഷ്യപട്ടികയിൽ ഉൾപ്പെടുത്തുകയോ ചെയ്യാതിരുന്നതിനെക്കുറിച്ചും രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പൾസർ സുനി പറഞ്ഞ മാഡം ഏതാണ് എന്നത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും സംശയങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. കല്യാണരാമൻ എന്ന ചിത്രത്തിൽ പൾസർ സുനിയും അഭിനയിച്ചിരുന്നു എന്നുള്ള കണ്ടെത്തലുകളുമായും ചിലർ എത്തിയിരുന്നു. ചിത്രത്തിലെ സുപ്രധാന രംഗത്തിൽ അദ്ദേഹവും പ്രത്യക്ഷപ്പെട്ടിരുന്നുവെന്നും ആ രംഗങ്ങളാണ് പ്രചരിക്കുന്നത്. ഇത് സുനിയാണോ എന്നായിരുന്നു ചോദ്യങ്ങൾ. ദിലീപിനെ നേരത്തെ അറിയാമെന്ന് പറയുന്നത് ശരിയാണെന്നായിരുന്നു വിമർശനങ്ങൾ. സുനിയും ദിലീപും ഒന്നിച്ചുള്ള ചിത്രത്തെക്കുറിച്ചും ചോദ്യങ്ങളായിരുന്നു. അത് ഫോട്ടോഷോപ്പ് ചെയ്ത ചിത്രമാണെന്നായിരുന്നു രാഹുൽ ഈശ്വർ പറഞ്ഞത്. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.